പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമാന്തര സിനിമ അല്ലെങ്കിൽ നമ്മൾ അവാർഡ് പഠിക്കാൻ വന്നങ്ങളാണ്. സമാന്തര സിനിമ അഥവാ അവാർഡ് ഫിലിം എന്ന് നമ്മൾ വിളിക്കുന്ന ആർട്ട് ഹൗസ് ഫിലിംസ് മറ്റ് സിനിമകളിൽ നിന്നും ആർട്ട് ഹൗസ് ഫിലിംസ് വ്യത്യസ്തമായിരിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? പൊതുവെ ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആർട്ട് ഹൗസ് സിനിമ എന്ന് പറയുന്നത് മനുഷ്യന് മനസ്സിലാകാത്ത എന്തോ കാര്യങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു വെക്കുന്നു എന്നൊക്കെയാണ് പൊതുവെ ഉള്ളൊരു ധാരണ. യഥാർത്ഥത്തിൽ ആർട്ട് ഹൗസ് സിനിമകൾ മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സിനിമയുടെ കലാപരമായിട്ടുള്ള സാധ്യതകളെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം സിനിമയാണ് ആർട്ട് ഹൗസ് സിനിമ. എന്നാൽ ആർട്ട് ഹൗസ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ല. മുഖ്യധാര സിനിമ അഥവാ കൊമേഴ്ഷ്യൽ ഫിലിമുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആർട്ട് ഹൗസ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സിനിമകൾ എപ്പോഴും ഇമോഷൻസ് ആയിരിക്കും സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത്. അതായത് ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുമ്പോൾ അതിന്റെ കഥയിലൂടെ, അതിന്റെ കഥാ പശ്ചാത്തലത്തിലൂടെ, അതിന്റെ കഥാപാത്രങ്ങളിലൂടെ, ആ സന്ദർഭങ്ങളിലൂടെ ഒക്കെ ഇമോഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സന്തോഷം, ദേഷ്യം, സങ്കടം, പ്രതികാരം എന്നിങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും ഓരോ സീനിലും അല്ലെങ്കിൽ ഓരോ മൊമെന്റിലും നമുക്ക് കാണാൻ കഴിയുന്നതും. അതേപോലെ തന്നെ ആ പ്രേക്ഷകരുടെ ഉള്ളിലും അതിനനുസരിച്ചുള്ള വികാരങ്ങളായിരിക്കും നിർമ്മിക്കപ്പെടുന്നത്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ പ്രേക്ഷകർ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അകത്ത് ഓരോ സീനിലും ഇമോഷൻസ് ഉണ്ടായിരിക്കണം. നമ്മളെ ചിരിപ്പിക്കുന്ന, നമ്മളെ കരയിപ്പിക്കുന്ന, നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന, നമ്മുടെ ഉള്ളിൽ പ്രതികാര മനോഭാവം സൃഷ്ടിക്കുന്ന അങ്ങനെയുള്ള ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന സീനുകൾ, സംഭവങ്ങൾ, ഡയലോഗുകൾ ഒക്കെ ഉണ്ടായിരിക്കണം. അതേസമയം ആർട്ട് ഹൗസ് സിനിമകളിൽ ഇത്തരത്തിലുള്ള വികാരങ്ങളെക്കാൾ കൂടുതൽ ചിന്താപരമായിട്ടുള്ള, ആശയപരമായിട്ടുള്ള, ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു തത്വചിന്താപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അഥവാ ഒരു ഐഡിയോളജി ആയിരിക്കാം ചിലപ്പോ സമാന്തര സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അതേപോലെ തന്നെ ചിലപ്പോ മാനുഷിക ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയോളജി ആയിരിക്കാം മുന്നോട്ട് വയ്ക്കുന്നത്. ചിലപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളോ മനഃശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങളോ സാമൂഹിക വീക്ഷണങ്ങളോ ഒക്കെ ആയിരിക്കാം സമാന്തര സിനിമ ആത്യന്തികമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. സിനിമയിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു ആശയം കണ്ടു കഴിഞ്ഞാൽ അതിനെ ആസ്വദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും കഴിയുന്ന കാര്യമല്ല. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള 100 മനുഷ്യരെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, ഏകദേശം ഒരു 60-70% ഒക്കെ ആളുകൾ എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അവർ കൂടുതലായിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ അവർ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് ഒക്കെ ഏത് തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും എന്നറിയാമോ? മറ്റുള്ള മനുഷ്യരെ കുറിച്ചായിരിക്കും. അതേപോലെ തന്നെ അവര് സംസാരിക്കുന്ന വിഷയങ്ങൾ എപ്പോഴും വൈകാരികതയെ മുൻനിർത്തിയായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നു എന്നിരിക്കട്ടെ. ആ നാട്ടിലുള്ള 70% ആളുകളും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വൈകാരികമായിട്ടായിരിക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊലപാതകയെ നമ്മൾ തല്ലണം, കൊല്ലണം, അല്ലെങ്കിൽ അവനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു വൈകാരിക പ്രതികരണവും ചർച്ചയുമായിരിക്കും സമൂഹത്തിലെ ഒരു 70% വരുന്ന ഭൂരിപക്ഷം ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അടുത്ത ഒരു 20-25% ആളുകൾ ചർച്ച ചെയ്യുന്നത് ഇതേപോലെ തന്നെ സെയിം പാറ്റേണിലുള്ള വേറൊരു കൊലപാതകം ഈ അടുത്ത സമയത്ത് മറ്റൊരു സ്ഥലത്ത് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചായിരിക്കും ഒരു 20-25% ആളുകൾ ചർച്ച ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് ഇത് വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, ഇതേപോലത്തെ സംഭവങ്ങൾ വേറെയും ഉണ്ടാകുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചർച്ചയായിരിക്കും 20-25% വരുന്ന ജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത്. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്, അത് വളരെ ചുരുക്കമായിരിക്കും, ചിലപ്പോൾ 1-2% ഒക്കെ ആളുകളെ ഉണ്ടായിരിക്കുള്ളൂ. ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ആദ്യത്തെ 60-70% വരുന്ന ആളുകൾ ചിലപ്പോ ആ കൊലപാതകം ചെയ്തത് ഒരു മദ്യപാനിയാണെങ്കിൽ ആ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം മദ്യമായിട്ട് വിചാരിക്കും. അതിനെയും വൈകാരികമായി തന്നെ ആയിരിക്കും അവര് സമീപിക്കുന്നത്. അതേസമയം 1% വരുന്ന വളരെ ചെറിയൊരു ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങളെ വിലയിരുത്താൻ നോക്കും. അതായത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഇന്നത്തെ കാലത്തേക്ക് വരുന്നതും നാളെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനും ഒരു നൈരന്തര്യമുണ്ട്, ഒരു തുടർച്ചയുണ്ട്. ഈ സാമൂഹിക മാറ്റങ്ങൾക്കനുസരിച്ച് ഇവിടെ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? അത്തരത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ 1% വരുന്ന അല്ലെങ്കിൽ 1-2% വരുന്ന
ആളുകൾ ആലോചിക്കുന്നത്. അതിലേക്ക് അവരെ സഹായിക്കുന്ന, അവരുടെ ചിന്തയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാശയം മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എക്സൈറ്റഡ് ആകും. അത്തരം എക്സൈറ്റ്മെന്റുകളാണ്, അതായത് ഒരു പുതിയൊരു ആശയം കേൾക്കുമ്പോൾ, ഒരു ഐഡിയ, ഒരു ഫിലോസഫി പുതിയതായിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റ് ആണ് ആർട്ട് ഹൗസ് ഫിലിം കാണുമ്പോൾ അഥവാ സമാന്തര സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ പ്രേക്ഷകർ ആസ്വദിക്കുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ചുരുക്കി പറയാം. കൊമേഴ്ഷ്യൽ സിനിമകൾ അതിന്റെ കഥയെയും കഥാപശ്ചാത്തലത്തെയും സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ഒക്കെ വൈകാരികമായിട്ടായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിന്റെ പ്രേക്ഷകർ ആ വിഷയങ്ങളെ വൈകാരികമായി തന്നെയായിരിക്കും കാണാനും ആസ്വദിക്കാനും താല്പര്യപ്പെടുന്നതും. സമൂഹത്തിലുള്ള ഒരു 60-70% സിനിമാ പ്രേക്ഷകരും ഈ തരത്തിലുള്ള വൈകാരികമായിട്ട് സിനിമയെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയായിരിക്കും. കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ഒരു 20-25% സിനിമാ പ്രേക്ഷകർ കൂടി ഉണ്ട്. അവർ സിനിമയിലെ സംഭവങ്ങളെ അഥവാ ഇവന്റ്സിനെ കാണുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ആർട്ട് ഹൗസ് ഫിലിം അഥവാ സമാന്തര സിനിമ അതിന്റെ പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഏതെങ്കിലും ആശയങ്ങളെ, ഐഡിയകളെ സിനിമയിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും. ഈ 3 തരം പ്രേക്ഷകരുടെയും പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ടൈറ്റാനിക് സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ടൈറ്റാനിക് സിനിമയിൽ ഈ 3 തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, വൈകാരികതകളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ടൈറ്റാനിക് സിനിമയിൽ ഒരു നായകനുണ്ട്. ആ നായകൻ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നും വരുന്നതാണ്. ഒരു നായികയുണ്ട്. ആ നായിക അതിസമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നും വരുന്നതാണ്. അവർ തമ്മിൽ യാദൃശ്ചികമായിട്ട് കാണുകയും അവരുടെ ഉള്ളിൽ പ്രണയം ഉണ്ടാവുകയും ചെയ്യുന്നു. അതേസമയം ഈ നായികയെ വിവാഹം ആലോചിച്ചിരിക്കുന്ന മറ്റൊരു സമ്പന്നൻ ഇവരുടെ ഇടയിൽ ഒരു വിലങ്ങുതടിയായി, ഒരു വില്ലനായി വരുന്നു. പിന്നീട് അവിടെ ഉണ്ടാകുന്ന പല സംഭവങ്ങളും ഈ നായകനും നായികയും വില്ലനും തമ്മിലുള്ള ഒരു ട്രയാങ്കിൾ ആയിട്ട് അതിന്റെ വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ആ സിനിമയുടെ കഥയിൽ 60-70% വരുന്ന ഭൂരിപക്ഷം പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുവാൻ ഈ വില്ലൻ കഥാപാത്രം അവിടെ അനിവാര്യമായിട്ട് മാറുന്നു. കാരണം ഈ വില്ലൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള യാതൊരു വൈകാരികതകളും സൃഷ്ടിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ആ സിനിമ 60-70% വരുന്ന ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ആസ്വാദികരമാകുകയില്ല. വൈകാരിക മുഹൂർത്തങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിലൊരു നായകനും നായികയും അവരെ എതിർക്കുന്ന ഒരു വില്ലനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ, ഒരു 20-25% വരുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അവർക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ നിർമ്മിക്കപ്പെട്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചരിത്ര സംഭവമായിരുന്ന ടൈറ്റാനിക് കപ്പൽ അപകടത്തെ സിനിമയാക്കുമ്പോൾ സംഭവങ്ങളെ സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ, അവർക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തെ സിനിമയായി ചിത്രീകരിക്കുന്നത്. ആ കപ്പൽ ദുരന്തം എങ്ങനെയാണ് സംഭവിച്ചത്, ആ സംഭവിക്കുന്ന ഓരോ സെക്കൻഡിലും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, ഇതറിയാനുള്ള ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ 20-25% വരുന്ന പ്രേക്ഷകർക്കുള്ളത്. അവരെ സംബന്ധിച്ച് ഇതിന്റെ നായകനും നായികയും പ്രേമിച്ചോ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അവരുടെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഈ കപ്പൽ ദുരന്തമുണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക, ആ സംഭവങ്ങളെ കാണാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതാണ് 20-25% വരുന്ന സിനിമാ പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിക്കുന്നതും അവർ ആസ്വദിക്കുന്നതും. ഇനി മൂന്നാമത്തെ വിഭാഗം വരുന്ന 1%-2% ഒക്കെയുള്ള പ്രേക്ഷകര്, അവരെ സംബന്ധിച്ച് കപ്പലിനുള്ളിൽ നടക്കുന്ന പ്രണയമൊന്നും അവരുടെ പ്രഥമ പരിഗണനയിൽ വരില്ല. അതേപോലെ കപ്പൽ അത് രണ്ടായിട്ട് വിണ്ടുകീറുന്നു, പൊട്ടിക്കീറുന്നു, മേളിലോട്ട് ഉയർന്നിട്ട് താഴോട്ട് പോകുന്നു, ഇതൊന്നും അവരുടെ പ്രഥമ പരിഗണനയല്ല. ഇതൊക്കെ അവരെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും അവരെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുക. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ടൈറ്റാനിക് പോലുള്ള ഒരു കപ്പല് അന്ന് അവിടെ നിർമ്മിക്കപ്പെട്ടത്? എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു കപ്പല് ആ രാജ്യം നിർമ്മിച്ച് കടലിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പോയത്? അതുകൊണ്ട് അവർ ഉദ്ദേശിച്ച രാഷ്ട്രീയ സാമൂഹിക ഗുണഫലങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഈ കപ്പൽ തകർന്നതോടുകൂടി അവരുടെ രാഷ്ട്രത്തിന് സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ നായകന്റെയും നായികയുടെയും പ്രണയത്തെ കാണുമ്പോഴും ഈ കപ്പലിടിച്ച് തകരുന്ന കാഴ്ച കാണുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റും ആസ്വാദനവും അവരിലുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. നമ്മുടെ പ്രധാന ഓഡിയൻസ് 3 രീതിയിലാണ് സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ 3 തലത്തിലാണ് ആസ്വാദനം നടക്കുന്നത്. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ തലത്തിലുള്ള ആസ്വാദനത്തെ ഒരുക്കി കൊടുക്കുന്ന സിനിമകളാണ് അവാർഡ് ഫിലിമുകൾ എന്ന് പറയുന്നത്.